ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു കസ്റ്റമർ ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ഇത് ഓൺ വോയിസ് ആയിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ സൗണ്ടിന് ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത് രണ്ടും തമ്മിലൊരു ബന്ധമില്ലാതിരിക്കുന്നത്. അപ്പോൾ ഇത് ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനേക്കാളും ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ താഴെ ഒരു ഫ്രില്ലും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിങ്ങനെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ ക്ലോത്ത് എടുത്തിരിക്കുന്നത് 6 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആവശ്യം വരില്ല. എന്നാലും ഞാനിവിടെ 6 മീറ്റർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം താഴെ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെയിം മെറ്റീരിയൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ്. നമ്മൾ ലൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യില്ല, ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു ക്രേപ്പ് തന്നെയാണോ നമ്മൾ ലൈനിങ് യൂസ് ചെയ്യുന്നത് തന്നെയാണോ എന്ന്. അത് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്രേപ്പ്. അത് തന്നെയാണ് ലൈനിങ്ങിനും മെയിൻ ക്ലോത്തിനും എടുക്കുന്നത്. അപ്പോൾ 6 മീറ്റർ ടോട്ടൽ എടുത്തിട്ടുണ്ട്. ആദ്യം ബോട്ടം പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ മെഷർമെന്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 34 ഇഞ്ചാണ്. ഈ 34 ഇഞ്ചിന് നമ്മൾ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും പിന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് 10 ആണ് വരുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടും ഇവിടെ വരുന്നത് 24 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 കിട്ടും. 6 പ്ലസ് ലൂസായിട്ട് 0.5ഉം പിന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് 7.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതാണ് വേസ്റ്റും ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. പിന്നെ ഷോൾഡറിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും മെഷർമെന്റ് ആണ് തന്നിട്ടുള്ളത്. ഷോൾഡർ എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ്. പിന്നെ ഫുൾ ലെങ്ത് ആയിട്ട് 38 ഇഞ്ചുമാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് നമുക്ക് യോക്ക് പോർഷൻ മെഷർ ചെയ്ത് വെക്കാം. പിന്നെ അതിൻ്റെ ചെസ്റ്റും വേസ്റ്റും ഒക്കെ മെഷർ ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെയിം പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്തേക്ക് ബോട്ടം പാർട്ടിലേക്കുള്ള കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ ആ ഒരു യോക്ക് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേസ്റ്റ് ആണോ ചെസ്റ്റ് ആണോ ഏറ്റവും കൂടുതലുള്ളത് നോക്കിയിട്ട് ആ ഒരു മെഷർമെൻറ്റ് അതിനകത്ത് മെറ്റീരിയൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ചെസ്റ്റ് ആണ് കൂടുതൽ, 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ ഫസ്റ്റ് 10 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ലെങ്ത്ത് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ 30 ഈ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിന് നമുക്ക് റൗണ്ട് നെക്കാണ്, ചെറിയൊരു സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ താഴേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ താഴെ കൂടി നമ്മൾ ഫ്രില്ല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫ്രില്ലും ഈ ഒരു ഇവിടം വരെ ഇതിൻ്റെ യോക്ക് മൈനസ് ചെയ്തിട്ടുള്ള ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് യോക്ക് നമ്മളിവിടെ എടുക്കുന്നത് 38 ഇഞ്ചിൽ നമുക്ക് യോക്കായിട്ടുള്ള 13.5 ഇഞ്ചാണ് യോക്കിന് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ നിന്നുള്ള 13.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള ബാലൻസ് എമൗണ്ട് 24.5 ഇഞ്ചാണ് നമ്മൾ ഇത്രയും എടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫ്രില്ല് കൊടുക്കാനുള്ള ഒരു ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ 24.5 ഇഞ്ചിന്ന് ആദ്യം നമുക്ക് ആ ഒരു ഫ്രില്ല് ഒരു ഏകദേശം നമുക്കൊരു ഫ്രില്ല് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്ന നമുക്കൊരു 5 ഇഞ്ച് കൊടുക്കാം. 5 ഇഞ്ചിൻ്റെ ഒരു ഫ്രില്ല് കൊടുക്കാം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ 5 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പം ബാലൻസ് വരുന്ന ഈ 19.5 ഇഞ്ച് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ എടുത്തു കൊടുക്കേണ്ടത്. അപ്പം ഇത്രയും നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത്രയും കട്ട് ചെയ്യുമ്പോൾ ബാലൻസ് നമുക്ക് എന്തായാലും മെറ്റീരിയൽ കിട്ടും. അപ്പം അതിൽ നിന്ന് നമുക്ക് യോക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി മെറ്റീരിയൽ നമുക്ക് സേവ് ചെയ്യാമല്ലോ. അതായത് ഒന്നുമില്ല, നമ്മൾ ഇവിടുന്ന് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു എമൗണ്ട്, ഈ ഒരു ബോട്ടം ഈ ഒരു ബോട്ടം പാർട്ടിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 19.5 ഇഞ്ച് അത് നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 19.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇടണം. അപ്പോൾ നമുക്ക് 20.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ബാലൻസിൽ നിന്ന് നമുക്ക് നമ്മുടെ യോക്കും ഫ്രില്ലിനുള്ളതും എല്ലാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മെറ്റീരിയൽ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് നമുക്കൊരു 3 മീറ്റർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
എന്നിട്ട് ബാലൻസ് ലൈനിങ്ങിനൊക്കെ കട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഞാൻ ഇത് 3 മീറ്റർ കട്ട് ചെയ്തെടുക്കട്ടെ. 3 മീറ്റർ വേണ്ട, നമുക്കൊരു 2.5 മീറ്റർ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഫസ്റ്റ് എടുക്കാം. എന്നിട്ട് അത്രയും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളത് മതി, നമുക്ക് അത്രയും ഫ്ലെയർ മതിയാവും. പിന്നെ താഴെ ഫ്രില്ലൊക്കെ വരുന്നതാണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫസ്റ്റ്, അപ്പം നിങ്ങൾക്ക് എത്ര ഒരുപാട് ഇങ്ങനെ പ്ലേറ്റ്സ് ആയിട്ട് കിടക്കണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ എന്തായാലും ഈ ഒരു മെറ്റീരിയലിന് ഫസ്റ്റ് ഒരു 2.5 മീറ്റർ ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് 2.5 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ ലൈനിങ്ങിനുള്ളതൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് 2.5 മീറ്റർ ഇതിൽ നിന്ന് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ 2.5 മീറ്റർ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇവിടെ 2.5 മീറ്റർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് ഈ ഒരു 24, അതേ യോക്ക് മൈനസ് ചെയ്തിട്ടുള്ള 24 ആയിരുന്നു, അതിൽ നിന്ന് നമ്മൾ 5 ഫ്രില്ലിന് മാറ്റി കഴിഞ്ഞിട്ട് 19.5 ഇതിനകത്ത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫുള്ളായിട്ട് 19.5 നമുക്ക് 19.5 അല്ല, അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 20.5 എടുത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 20.5 നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഇവിടെ നിന്ന് 20.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ 20.5 കൊടുത്തിട്ടുണ്ട്, 20.5 ഇഞ്ച് കേട്ടോ. അപ്പം ഞാൻ ഇത് എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് 2 ആക്കി കൊടുക്കണം. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലേറ്റ്സ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല ഒരുമിച്ചാണ് ഇടുന്നതെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടം പാർട്ടിൽ ഫസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാലൻസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പം ടോട്ടൽ ലെങ്ത് 38 മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തതിൻ്റെ ബാലൻസിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ലൈനിങ്ങിനുള്ളതും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി 2.5 മീറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ബാലൻസ് ഭാഗമുണ്ട്. ഈ കുട്ടിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടാണ്, അതായത് ഡ്രസ്സിൻ്റെ ലെങ്ത് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് മെറ്റീരിയലിൽ നിന്നാണ് ഞാൻ ലൈനിങ്ങിനും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒക്കെ വേണ്ടി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബാക്കി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ വോയിസ് ഓവറിലൂടെ പറഞ്ഞുതരാം ബാലൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ലൈനിങ്ങിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 22 അപ്പം നമ്മൾ ആ ഒരു 20.5 എടുത്തതിൻ്റെ ബാലൻസ് ആണ്. അപ്പം മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 20.5 അപ്പം എന്താ ഇങ്ങനെ കയറി നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ താഴെ ഫ്രില്ല് കൊടുക്കുന്നുണ്ടല്ലോ 5 ഇഞ്ചിൻ്റെ, അതുകൊണ്ടാണ് മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്ത് കുറവ്. പിന്നെ ഫ്രില്ലിൻ്റെ ലെങ്ത്തായിട്ട് 5 ഇഞ്ചുമാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ലെങ്ത്ത് വരുന്നത്. 5 ഇഞ്ചല്ല, നമ്മൾ 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് 6 ഇഞ്ച് വേണം എടുത്ത് കൊടുക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാനിവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ ലൈനിങ്ങിനും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോട്ടം പാർട്ടിലുള്ള മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പോർഷനൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സെയിം 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സെയിം മെറ്റീരിയലിനെ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വേറെ മെറ്റീരിയലാണ് എടുക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് കട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ വിഡ്ത്തായിട്ട് 11.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്കിനി ബാലൻസ് നമ്മുടെ ആ ഒരു യോക്കിൻ്റെ ലെങ്ത്തും ചെസ്റ്റും വേസ്റ്റും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം ഇങ്ങനെ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഞാനിതാ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് 12 ഇഞ്ച് വന്നിട്ടുണ്ട്. അത്രയും നമുക്ക് ആവശ്യമില്ല, നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെസ്റ്റും വേസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ചെസ്റ്റ് വരുന്നത്, ഈ കുട്ടിയുടെ ചെസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ 34 ഇഞ്ചാണേ. പിന്നെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് വരുന്നത് 24 ഇഞ്ചുമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു മെറ്റീരിയലിലേക്ക് എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെസ്റ്റിൻ്റെ കൂടെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ സീം അലവൻസ് ആയിട്ട് ലൂസായിട്ട് 0.5 ഇഞ്ചും സീം അലവൻസ് ആയിട്ട് 1 ഇഞ്ചും കൊടുത്തിട്ട് കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത്. സെയിം പോലെ തന്നെ വേസ്റ്റ് റൗണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് ലൂസും സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ ടോട്ടൽ വരുന്ന 10 ഇഞ്ചും വേസ്റ്റിൻ്റെ 7.5 ഇഞ്ചുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ യോക്ക് ലെങ്ത് ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് 13.5 ഇഞ്ചാണ് കേട്ടോ. കൊച്ചിന് അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു മെഷർമെൻ്റാണ് എടുക്കുന്നത്. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ഡ്രസ്സിന് ലെങ്ത് അധികം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. 8 ഇഞ്ചാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു 30.5 ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ് കൃത്യം തന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു എനിക്കൊക്കെ എടുക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക്
നമ്മുടെ ഷോൾഡറും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ആയിട്ട് എടുക്കുന്ന 6.5 ഇഞ്ചാണ് കേട്ടോ. അപ്പം സ്ലീവ്ലെസ് ആയിട്ട് വരുന്നതുകൊണ്ട് കുറച്ച് അടഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഒരു 6.5 ഇഞ്ചൊക്കെ എടുക്കാം. അപ്പോൾ 6.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ അവിടേക്കും ഞാൻ ആദ്യം ഒന്ന് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 6.5 ഇഞ്ച്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2.75 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2.25 ഇഞ്ച്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം സെയിം ആയതുകൊണ്ട് ഞാനിത് 2 പീസാണ് ഇപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇന്ന് നമുക്ക് ബാക്കി രണ്ടും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് പിന്നൊക്കെ കുത്തി വെക്കുന്നുണ്ട്. രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് നിൽക്കുന്നതുകൊണ്ട് അതൊന്ന് കുത്തി വെച്ചിട്ട് ബാക്കി മെഷർമെൻ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2.25 ഇഞ്ച് ഞാൻ ഇവിടെ ഇതാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ വരുന്നത് അതൊന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 4.5 ഇഞ്ചാണ്, 4.5 ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4.5 ഇഞ്ച് ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സ്ക്വയർ നെക്കാണ് ഇവിടെ വെക്കുന്നത്. വി നെക്കാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ, സ്ക്വയർ നെക്കല്ല. അപ്പോൾ ലെങ്ത്ത് കുറച്ചും കൂടി വേണം. അപ്പോൾ ഞാൻ ആ ലെങ്ത്ത് ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി കൂട്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഇഞ്ചാണ് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത്. അധികം ഇറങ്ങാത്ത രീതിയിൽ 6 ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം എന്നിട്ടൊന്ന് വി ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ അത് അനുസരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വി നെക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് നെക്ക് വിഡ്ത്തായിട്ട് 3 ഇഞ്ചൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കയറി നിൽക്കും. അപ്പോൾ 3 ഇഞ്ചിൽ എടുത്തിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ആം ഹോള് നമുക്ക് 6.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് 10 ഇഞ്ചാണ് വരുന്നത്. പിന്നെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് നമുക്ക് 7.5 ഇഞ്ചാണ്. സീം അലവൻസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ള മെഷർമെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു യോക്കിൻ്റെ ലെങ്ത് ആയിട്ട് 13.5 അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസും കൂടിയിട്ട് 14.5 ആയിരിക്കണം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടാൽ മതി, എക്സ്ട്രാ ഒന്നും ഇടണ്ട. 1 ഇഞ്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 14.5 ഇഞ്ചിൽ 14.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റും കൂടി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഞാനിവിടെ വീനെക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ ഷേപ്പ് ആണെങ്കിൽ സെപ്പറേറ്റ് ഇട്ട് തന്നെ കട്ട് ചെയ്യണം, രണ്ടും കൂടി ഇട്ട് കട്ട് ചെയ്യാതെ നോക്കണം. അപ്പോൾ ഇവിടെ 7.5 ഇഞ്ചിൽ വേസ്റ്റ് റൗണ്ടും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ബാക്കിൽ വള്ളി കൊടുക്കുന്നുണ്ട് നമ്മുടെ അരേൻ്റെ അവിടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും അവിടെ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഡ്രസ്സ് ഇടാനൊക്കെ. അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് 9 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ട് കിടക്കുക, നമ്മൾ എന്തായാലും ബാക്കിൽ വള്ളി കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആം റൗണ്ട് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ ആം ഹോളിൻ്റെ അതിൻ്റെ പകുതി ഒന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ്, അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് 2 പോയിൻറ്റും മുട്ടുന്ന ഭാഗം നോക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സീം അലവൻസും മാറ്റിയിട്ടുള്ളത് വേണം നമ്മൾ അവിടെ വരച്ച് കൊടുക്കാൻ സൈഡിൽ. എന്നിട്ട് വേണം കേട്ടോ ഈ ഒരു ആം കർവ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റും വേസ്റ്റും പിന്നെ ആ ഒരു ആം ഹോളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യാൻവാസും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നോർമലായിട്ട് എടുത്തിട്ടൊന്ന് നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിങ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് തന്നെ മേളിൽ വെച്ച് ചെയ്താൽ മതി. ഫ്രണ്ടും ബാക്കും നെക്കും ഒരേപോലെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇതന്നെ വെച്ച് കട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ കഴുത്താണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് സെപ്പറേറ്റ് ഇട്ടിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നമുക്ക് വീനൊക്കെ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ലെങ്ത്ത് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെയിം പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ മെയിൻ ക്ലോത്താണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെയിം പോലെ തന്നെ ലൈനിങ് കൂടി ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് പിന്നൊക്കെ കുത്തിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് കിട്ടുമേ. അപ്പോൾ ഞാനിതൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം ഇവിടെ 4 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ്ങിന് വേണ്ടിയിട്ടും മെയിൻ ക്ലോത്തിന് വേണ്ടിയിട്ടും കേട്ടോ. ഇനി നമുക്ക് ബാലൻസ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി ഫ്രില്ലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഫുള്ളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട് ഞാൻ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് 5 ഇഞ്ചായിരുന്നു നമ്മുടെ ഫ്രില്ലിൻ്റെ ലെങ്ത്ത് വരുന്ന, അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടിട്ട് നമുക്ക് 6 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ മേളിലെ ഭാഗം ഒന്ന് ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കിവിടെ 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ഫ്രില്ലായിട്ട് കിടക്കണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് എത്രത്തോളം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ബാലൻസ് കുറേ മെറ്റീരിയൽ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിന് നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ ബാക്കിൽ കെട്ടാനുള്ള വള്ളിയൊക്കെ കട്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് സമയമാകുമ്പോൾ കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഞാൻ ആ ഒരു വള്ളിയുടെ മെഷർമെൻറ്റും കൂടി കാണിച്ചു തരാം കേട്ടോ. അതും കൂടി കട്ട് ചെയ്ത് വെക്കാം നമുക്ക്. എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഇഞ്ചാണ് ഇതിൻ്റെ വള്ളിയുടെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 22.5 ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഞാനിവിടെ റാൻഡമായിട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ മെയിൻ ക്ലോത്തും നമ്മുടെ ലൈനിങ്ങിൻ്റെയും നല്ല വശം രണ്ടും ഉള്ളിലേക്ക് ഇട്ടിട്ട്, ഇത് ക്രേപ്പ് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറെ ക്ലോത്ത് ആണെങ്കിൽ അതിൽ നല്ല വശം 2 ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് പിന്നൂത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വി നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വി എടുക്കുന്ന സമയത്ത് നമ്മൾ താഴെ എത്തുമ്പോൾ അവിടെ കറക്റ്റ് കൂർത്ത് നിൽക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അവർ വൃത്തിയായിട്ട് കിട്ടണേ. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷോൾഡറിൻ്റെ ചുറ്റും, അതായത് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഷോൾഡറും കൂടി ഇപ്പം തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുത്തി തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുള്ളായിട്ടൊന്ന് രണ്ടും ഫ്രണ്ടും ബാക്കും ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ ഒന്ന് കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെരിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ കട്ട് ചെയ്യരുത്, ഇങ്ങനെ ഒന്ന് ചെരിച്ച് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നെക്കിൽ മാത്രമല്ല നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വൃത്തികേടൊന്നും ഉണ്ടാവില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെരിച്ച് തന്നെ കട്ട് ചെയ്യണം, നേരെ കട്ട് ചെയ്യരുത് കേട്ടോ. മെറ്റീരിയൽ അത്രയും നല്ലതല്ല. അപ്പോൾ നമ്മൾ ചെരിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 2 മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ സ്ലീവ്ലെസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷോൾഡർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അവിടെ നമ്മളല്ലാതെ നോർമലായിട്ട് ചെയ്ത് സ്ലീവ് വെച്ച് കൊടുക്കുക. നമ്മളിവിടെ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ചുറ്റുമായിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞു ഫ്രില്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീനേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കാം. ഷോൾഡറും ഞാനിവിടെ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും സെയിം പോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പതിച്ച് ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും മാറിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടും ഒന്നിങ്ങനെ ഫുള്ളായിട്ട് ഒരു 1/4 ഇഞ്ചിലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. സീം അലവൻസ് പുറത്തേക്ക് കാണാതെ 1/4 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 മെയിൻ ക്ലോത്തും നമുക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്ത് നമ്മളൊരു കുഞ്ഞു ഫ്രില്ല് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു നെക്ക് രണ്ടും മെയിൻ ക്ലോത്ത് 2 ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ 1/2 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടം പാർട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതായത് പ്ലീറ്റ്സ് ഉണ്ടല്ലോ, പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിവിടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലെങ്ത്ത് കുറവായിട്ടുള്ളതായിരിക്കണം മെയിൻ ക്ലോത്ത് കേട്ടോ. അതായത് നമ്മൾ താഴെ ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മാറിപ്പോരുത്, ഇതുപോലെ തന്നെ കട്ട് ചെയ്തെങ്കിൽ നമ്മൾ മെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് ലെങ്ത്ത് കുറവായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൽ നമുക്കിനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് എത്ര ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ യോക്ക് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ റാൻഡമായിട്ട് ജസ്റ്റ് ഈ ഒരു മുട്ടുസൂചി ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ യോക്ക് പോർഷനിൽ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ കറക്റ്റ് ആണോ നോക്കുക. അപ്പോൾ എനിക്കിവിടെ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്, വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നെങ്കിൽ നിങ്ങളതൊന്നും കൂടി അയച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കട്ട് ചെയ്ത് കളയരുത്, സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വൃത്തികേടായിരിക്കും. അപ്പോൾ നല്ല ഇങ്ങനെയാണ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്തും നമ്മുടെ ലൈനിങ്ങും 4 ക്ലോത്തുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ചെറുതല്ല, പക്ഷേ ഏകദേശം ചെറിയൊരു പ്ലേറ്റ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി തമ്മിൽ നമുക്ക് ആദ്യം ഒന്ന് ആ ഒരു മേളിൽ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ യോക്ക് പോർഷനുമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെയും നമ്മുടെ ഈ ഒരു ഇതിൻ്റെയും നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് നമ്മൾ രണ്ടിലും പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ രണ്ടിലും നല്ല ഭാഗമുണ്ടല്ലോ, അത് രണ്ടും പുറത്തേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഉള്ളിൽ രണ്ടും അതിൻ്റെ റോങ് സൈഡായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും സെയിം പോലെ തന്നെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. എന്നിട്ട് നമുക്കിത് നമ്മുടെ യോക്ക് പോർഷനുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യോക്ക് പോർഷനിൽ 1/2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു ഇതുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1/2 ഇഞ്ചൊന്ന് ഫസ്റ്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ക്ലോത്ത് ആണ് കയറി നിൽക്കുന്നത് കേട്ടോ. നമുക്കിനി അവിടെ ഫ്രില്ലൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ കംപ്ലീറ്റ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞൊരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് ആണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ ഇനി മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ അറ്റത്ത് അത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാലൻസ് വന്ന ഒരു ക്ലോത്തിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ് ആ ഒരു ക്ലോത്തിൻ്റെ വിട്ടായിട്ട് എടുക്കുന്നത്. 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം നമുക്ക് 2 അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് വേണം നമുക്ക് ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3.5 ഇഞ്ച് എടുത്ത സമയത്ത് അതായത് ഈ ഒരു മെറ്റീരിയൽ ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ച് എടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചായിട്ട് 3.25 ഇഞ്ചായിട്ട് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ഒരു പീസ് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് കുറച്ചെടുത്തിട്ട് ആ ഒരു 3.25 ഇഞ്ചാണ് ടോട്ടൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇത്രത്തോളം നിൽക്കണം എന്നനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3.25 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 പീസ് ഞാനിവിടെ കട്ട് എടുക്കുന്നുണ്ട്. അതിനകത്ത് എത്രത്തോളം ഫ്രില്ല് കിട്ടുന്നോ അത് അനുസരിച്ച് ചുരുക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തികഞ്ഞില്ലെങ്കിൽ പിന്നെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് എടുത്തിട്ട് 2 അറ്റം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഇങ്ങനെ ഒന്ന് 2 ആയിട്ട് 1/4 ഇഞ്ചല്ല അതിലേക്കും കുറവിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ഭാഗത്തും സെയിം പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് സെൻറ്ററിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് അത് ചുരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു മെറ്റീരിയൽ ഫുള്ളായിട്ടൊന്ന് ഈ പീസുകളാണല്ലോ അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ നമുക്കിവിടെ വന്നിട്ടുള്ളത് 2.25 ഇഞ്ചാണ് കേട്ടോ ഉള്ളൂ. 3.25 ഇഞ്ചായിരുന്നു ഞാൻ എടുത്തത്. ചില സ്ഥലത്ത് 3 ഇഞ്ചുണ്ട്, ചില സ്ഥലത്ത് 2.25, അതായത് 3 ഇഞ്ച്. ഓക്കെ, 3 ഇഞ്ചിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 3 ഇഞ്ചിൽ നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് 2 അറ്റവും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. രണ്ട് പ്രാവശ്യമായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം അങ്ങനെ ഫുള്ള് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് മേളിലൊരു കെട്ടിട്ട് കൊടുക്കണം, എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിച്ച് വലുതാക്കി കൊടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്കിത് ചുരുക്കി കൊടുക്കാൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഒരു 5 അല്ലെങ്കിൽ 6, 7 ഇഞ്ചൊക്കെ നമുക്ക് സ്റ്റിച്ച് വലുതാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് കെട്ടിട്ടിട്ട് വേണം നമ്മളിത് വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിങ്ങനെ എന്നിട്ട് നമ്മുടെ നൂലിൽ ഒരു നൂലിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഫ്രില്ലിട്ട പോലെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചുരുക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നൂലിൽ നമുക്കിങ്ങനെ കയ്യിലൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് നമുക്കിനി നമ്മുടെ ആ ഷോൾഡറിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് തീരെ കുഞ്ഞിതാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽ വലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു സ്റ്റിച്ചും നമ്മുടെ ആ ഒരു ക്ലോത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള നമ്മുടെ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിലിട്ടിട്ട് വേണം നമ്മൾ ഈ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫ്രില്ല് നല്ലോണം ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ സ്ലീവും സെയിം പോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്, ബാലൻസ് വെച്ച് നമുക്ക് മറ്റേ സ്ലീവും ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, നല്ല രസമായിരിക്കും കാണാൻ. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ കെട്ടാനുള്ള വള്ളിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ആദ്യം ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുത്തി തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു അറ്റം മുതൽ ആ അറ്റം വരെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വള്ളിയുടെ വലിപ്പം കുറച്ചും കൂടി വലിയ വള്ളിയായിട്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് മെറ്റീരിയൽ കൂടുതൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വള്ളിയും ഞാൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് വേണം നമ്മൾ ഈ ഒരു കുത്തി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തെങ്കിലും നമ്മൾ ബ്രഷോ എന്തെങ്കിലും ഒരു കോലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വരച്ച് കുത്തി കൊടുത്താൽ മതി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി തിരിച്ചെടുത്താൽ മതി കേട്ടോ, വള്ളി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2 അറ്റത്തുനിന്നും നമുക്ക് പിന്നൊക്കെ ഒന്ന് കുത്തി സെക്യൂർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും വേസ്റ്റിൻ്റെ മെഷർമെൻറ്റും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെപ്പോഴും നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ നിവർത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 2 വശത്തും പിന്നൂത്തി വെക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമുക്കിവിടെ വരുന്നത് സീം അലവൻസ് മാറ്റിയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. അതായത് നമ്മുടെ 34 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലൂസും കൂടി ഇട്ടുള്ള മെഷർമെൻറ്റ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ എടുത്ത് കൊടുക്കേണ്ടത് കേട്ടോ. സെയിം പോലെ തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമുക്ക് ആ ഒരു ലൂസ് ഇട്ടിട്ടുള്ളത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ആ കൊച്ചിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു യോക്ക് പോർഷന് താഴേക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചിൽ ഒന്ന് വരച്ചു കൊടുക്കുക. അവിടെ വന്ന് നമ്മൾ നിർത്തുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മുടെ വള്ളി നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു അരേൻ്റെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിതാ ഇവിടെ താഴെ വരെ എത്തിയിട്ട് അരേൻ്റെ അവിടെ എത്തുമ്പോൾ വള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ താഴ്ഭാഗം അപ്പം ഡബിൾ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ വെച്ചിട്ട് മെയിൻ ക്ലോത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ വരെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് വൃത്തിയായിട്ട് അവിടെ സൈഡിൽ വരാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ഭാഗവും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടം പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫ്രില്ലൊക്കെ വെച്ച് കൊടുക്കാണ്ട് കേട്ടോ, മറന്നുപോയി. അപ്പോൾ അതിന് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലാസ്റ്റാണ് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ച് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ലൈനിങ് കയറി നിൽക്കുന്ന പോലെയാണ് എടുത്തത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് മതി. അത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് റൗണ്ടിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രില്ല് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി നമ്മുടെ ആ ഫ്രില്ലിൻ്റെ അറ്റം നമുക്കൊന്ന് മടക്കി അടിച്ച് കൊടുക്കണം കേട്ടോ. അത് ആദ്യം ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം കേട്ടോ ഈ ഒരു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രില്ലിനുള്ളത്. ആദ്യം നമ്മുടെ ഏറ്റവും അടിഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ 1 ഇഞ്ചാണല്ലോ സീം അലവൻസ് ഇട്ട്, അല്ലെങ്കിൽ 1/4 ഇഞ്ച് അടി ഒന്ന് മടക്കി അടിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഫ്രില്ല് നമ്മൾ നോർമലായിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അതിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ സ്ലീവൊക്കെ നല്ല രസമാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ ഇത് താഴെ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്ന എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റാക്കാം. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്ന എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.